Hi everyone, welcome to Vitalis Health. This is Dr. Jishavi. നിങ്ങളെല്ലാവരും ഡയബറ്റീസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ? ഡയബറ്റീസിനെ പറ്റി കേൾക്കാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിൽ കുറവായിരിക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്? നമ്മളുടെ ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവാനുള്ള മുഖ്യ കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. പലതരത്തിലുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും പിന്നെ നമ്മുടെ ഹെറിഡിറ്ററി കോസസ്, നമ്മളുടെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഒരാൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാം. പക്ഷേ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡയബറ്റീസ് കണ്ടുപിടിക്കുന്നതിനും ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാൻ തുടങ്ങുന്നതിനും ഒരുപാട് മുമ്പ് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ സയൻസ് അയാളുടെ ശരീരത്തിൽ പ്രകടമായിരിക്കും. പലപ്പോഴും ഒരു 10, 20, 25 വയസ്സുള്ള സമയത്തൊക്കെ തൊട്ട് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ സിംറ്റംസ് അല്ലെ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവും. ആ ഒരു സ്റ്റേജിൽ വെച്ച് തന്നെ നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റും. എല്ലാവർക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവണം എന്നില്ല. പക്ഷേ നമ്മളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും, പ്രത്യേകിച്ച് നിങ്ങളുടെ പേരൻസിനോ ഗ്രാൻഡ് പേരൻസിനോ ഒക്കെ ഡയബറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ പറ്റി അറിഞ്ഞിരിക്കുന്നത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം പ്രത്യേകിച്ച് ഇതൊക്കെ ഓരോ റിസ്ക് ഫാക്ടേഴ്സാണ്. നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഡയബറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് അമിതവണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ലൈഫ് സ്റ്റൈല് സെഡൻറ്ററി ആണ്, ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ, ഈ ഓരോ റിസ്ക് ഫാക്ടേഴ്സും ആഡപ്പ് ചെയ്തിട്ടാണ് അൾട്ടിമേറ്റ്ലി ഒരാൾക്ക് ഡയബറ്റീസ് പോലെയുള്ള ഒരു അസുഖം പ്രത്യക്ഷപ്പെടുന്നത്. നമുക്ക് ഈ ഓരോ റിസ്ക്കും ഓരോന്നായിട്ട് എത്ര കുറയ്ക്കാൻ പറ്റുന്നോ അത്രയും നമുക്ക് ഡയബറ്റീസിൻ്റെ റിസ്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും, എൻ്റെ പേരൻസിന് ഡയബറ്റീസ് ഉണ്ട്, അതുകൊണ്ട് എന്തായാലും എനിക്ക് ഡയബറ്റീസ് വരും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അല്ല കാര്യം. കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഹെറിഡിറ്ററി കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസിലൊക്കെ ഒരു 30% ഉള്ളൂ. അപ്പം നിങ്ങളുടെ പേരൻസിന് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഹയർ റിസ്ക് ആണ്. പക്ഷേ അതിലൊന്നും ചെയ്യാതിരിക്കുന്നതിലല്ല കാര്യം. അത് ആ റിസ്കുകൾ നേരത്തെ മനസ്സിലാക്കി റിസ്കുകൾ നമ്മൾ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ അസുഖങ്ങൾ വരാതെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുക. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോയെന്ന് എങ്ങനെ അറിയാൻ പറ്റും നമുക്ക് ആദ്യം നോക്കാം. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസിന് ചില ഫിസിക്കൽ സയൻസ് ഉണ്ട്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ സെൻട്രൽ ഒബീസിറ്റിയാണ്. നമ്മുടെ വയറിനും മരക്കെട്ടിനും ചുറ്റുമുള്ള കൊഴുപ്പ്, അതിനാണ് സെൻട്രൽ ഒബീസിറ്റി, വിസറൽ ഒബീസിറ്റി, ഇങ്ങനെ പല പേരിൽ പറയും. അപ്പോൾ സെൻട്രൽ ഒബിസിറ്റി ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ലക്ഷണവുമാണ്. സെൻട്രൽ ഒബിസിറ്റിയുള്ള ആൾക്കാർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകാൻ പിന്നെയും കൂടുതൽ സാധ്യതയുമുണ്ട്. ഈ രണ്ട് രീതിയിലും സെൻട്രൽ ഒബിസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അബ്ഡോമിനൽ ഒബിസിറ്റി ഉണ്ട് എന്ന് അറിയണമെങ്കിൽ ബോഡി കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഈ BMI ആണ് സാധാരണ എളുപ്പത്തിൽ നമ്മൾക്ക് ഒരാൾക്ക് ഒബിസിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റ്. BMIയിൽ ഒരാളുടെ ഹൈറ്റും അയാളുടെ വെയിറ്റും നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടൊരു നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാണ് BMI ചെയ്യുന്നത്. BMIയുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കുള്ള ഭാരം അത് മസിൽ കൊണ്ടാണോ, ഫാറ്റ് കൊണ്ടാണോ, അതോ എല്ലിൻ്റെ വേളം കൊണ്ടാണോ, ഇതൊന്നും BMI നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ബോഡി കോമ്പോസിഷനാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് അറിയാൻ പറ്റും. അതും നമ്മളുടെ കയ്യിലുള്ള പോലെയുള്ള സെഗ്മെൻ്റൽ ബോഡി കോമ്പോസിഷൻ അനാലിസിസ് മെഷീൻ വെച്ചിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഏത് ഭാഗത്താണ് നിങ്ങളുടെ ഫാറ്റ് കൂടുതലായിട്ടുള്ളത്, അത് അബ്ഡോമിനൽ ഒബീസിറ്റി ആണോ, വിസറൽ ഫാറ്റ് ഏരിയ എത്രത്തോളം ഉണ്ട്, നിങ്ങളുടെ കൈകളിലും കാലിലും ഒക്കെ ഫാറ്റ് എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ മസിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളതും അറിയാൻ പറ്റും. ഇതറിയാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് നമ്മളുടെ ഡയറ്റും എക്സസൈസും ക്രമീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്, അതായത് ഇപ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരുടെയൊക്കെ കഴുത്തിൻ്റെ പുറകിൽ, കക്ഷത്തിൻ്റെ അവിടെയൊക്കെ ഒരു ഡാർക്ക് ഡിസ്കളറേഷൻ വരാം. പലപ്പോഴും അത് നമ്മൾ എന്തെങ്കിലും അലർജി ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ പേരാണ് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്. അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ സ്ത്രീകളിലൊക്കെ ആവശ്യത്തിൽ മുഖത്തൊക്കെ ഒരുപാട് രോമങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ PCOSൻ്റെ ലക്ഷണമായിട്ടും ഇതുണ്ടാവാം. അത് PCOS അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു ഫീച്ചറാണ്. ഈ പ്രശ്നങ്ങൾ ഇപ്പം ഷുഗർ കൂടാനുള്ള സാധ്യത ഉണ്ടാക്കുന്നത് പോലെ തന്നെ കൊളസ്ട്രോൾ കൂട്ടാനും പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഉണ്ടാക്കാനും ഇതൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാവുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ അത് ഡയറക്റ്റ്ലി എന്താ പറയുക, ഒന്ന് ഷുഗർ നോക്കുക. ഫാസ്റ്റിംഗ് ഷുഗേഴ്സ് ചിലപ്പോൾ കുറച്ച് ബോർഡർ ലൈൻ ഇത്തിരി കൂടുതലായിരിക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ബാക്കി
ആഫ്റ്റർ ഫുഡ് ഷുഗറോ അല്ലെങ്കിൽ HbA1c ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു വേരിയേഷൻ ഉണ്ടാവണം നിർബന്ധമില്ല. പിന്നെ നമുക്ക് നോക്കാവുന്നത് നമ്മുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽസ് ആണ്. ഇൻസുലിൻ ലെവൽ ബ്ലഡിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാർക്ക് ഇത് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, 75 ഗ്രാം ഗ്ലൂക്കോസ് കഴിക്കുമ്പോൾ നമ്മളെ ഷുഗർ എങ്ങനെ കൂടുന്നു ഓരോ മണിക്കൂറിലും ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം. അത് നോക്കിയാലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഏറ്റവും സിമ്പിളായിട്ടെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഒരുപാട് അമിതവണ്ണം ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഒരു 5 to 10% ബോഡി വെയിറ്റ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരാളെ 70 കിലോ ഉള്ള ഒരാളാണെങ്കിൽ ഒരു 4 തൊട്ട് 7 കിലോ വരെയൊക്കെ കുറയ്ക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമുക്ക് നമ്മൾ നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഒബ്ഡോമിനൽ ഒബീസിറ്റി കുറഞ്ഞു കിട്ടും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ മസിലുകൾ വീക്കാവും, മസിലുകൾ സ്ട്രോങ് ആവുമ്പോൾ മസിലുകൾക്ക് ഇൻസുലിൻ ഇല്ലാതെ തന്നെ ഷുഗറിനെ ആഗിരണം ചെയ്യാനും പറ്റും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യും. നിങ്ങൾ മസിലുകളെ സ്ട്രോങ് ആക്കുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ അത് കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ പറ്റി പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്യുക. എന്നാലേ ഇതുപോലെയുള്ള വീണ്ടും വീഡിയോകൾ ഇടുന്നത് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. താങ്ക് യു.